നിലവിളിക്കുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. മഴ പെയ്താൽ കുട നിർബന്ധമാണ്. എന്ത് ചെയ്യാൻ, ആരോട് പറയാൻ? പറഞ്ഞു വരുന്നത് ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനെ കുറിച്ചാണ്. ഒരു ചെറിയ മഴ പെയ്താൽ പോലും കെട്ടിടത്തിനകത്ത് നിൽക്കണമെങ്കിൽ കുട നിർബന്ധമാണ്. താഴെ വെള്ളക്കെട്ടും. ഇവിടെ എത്തുന്ന യാത്രക്കാരുടെയും കെട്ടിടത്തിനകത്തെ വ്യാപാരികളുടെയും അവസ്ഥ ദുരിതമാണ്. ചെളിവെള്ളത്തിൽ നിൽക്കുന്നത് കൂടാതെ തെരുവു നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ്. അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നവരും ഇവിടെ സങ്കേതമാക്കിയിരിക്കുകയാണ്. യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യവും ഇവിടെയില്ല. രാത്രികാലങ്ങളിൽ ഇവിടെ വെളിച്ചവുമില്ലെന്ന പരാതിയുമുണ്ട്. ഒരു മഴ പെയ്താൽ ആലുവ ബസ് സ്റ്റാൻഡിൻ്റെ ഏറ്റവും ശോചനീയമായ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പലതവണ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ പരാതിപ്പെട്ടെങ്കിലും മുനിസിപ്പാലിറ്റി ഇതേവരെ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. കടകൾ തുറന്നു പ്രവർത്തിക്കുവാനോ യാത്രക്കാർക്ക് ബസ് സ്റ്റാൻഡ് പ്രവേശിക്കുവാനോ പറ്റാത്തൊരവസ്ഥയാണെന്ന് ബസ് സ്റ്റാൻഡിലുള്ളത്. ഈ അവസരത്തിൽ മുനിസിപ്പാലിറ്റി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പുതിയ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിലവിലുള്ള കെട്ടിടത്തിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കാതെ മുനിസിപ്പാലിറ്റി പുതിയ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുവാനും കച്ചവടക്കാർക്ക് ചോർച്ചയിൽ നിന്ന് മുക്തി നേടിക്കൊണ്ട് കച്ചവടം നടത്തുവാനോ യാത്രക്കാർക്ക് സുഖമായി ബസ് സ്റ്റാൻഡ് പ്രവേശിക്കുവാനോ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. ഈ അവസരത്തിൽ ബസ് സ്റ്റാൻഡ് കച്ചവടക്കാർ, ബസ് തൊഴിലാളികളും സ്റ്റാൻഡിനെ ബഹിഷ്കരിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുവാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അധികാരികൾ കണ്ടിട്ടുള്ളതുമാണ്, അവരുടെ അറിവിലുള്ളതുമാണ്. പക്ഷേ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ അവർ തയ്യാറാവുന്നില്ലെന്നും പരാതി ഉയരുന്നു. ഇവിടെ എത്തുന്ന ജനങ്ങൾ ചിന്തിക്കുന്നതും ചോദിക്കുന്നതും ഇതാണ്: എന്ത് ചെയ്യാൻ, ആരോട് പറയാൻ? അനുഭവിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.